ഈ കമന്റ് കിടന്ന് ഡയലോഗ് അടിക്കുന്ന കുറെ തെണ്ടികളെ നിന്നോടൊക്കെ എനിക്കിത് പറയാനുള്ളു. മനസ്സിലായോ? എന്തോ ഇഷ്ടമാണ് എല്ലാവർക്കും. അതെ മൊണ്ണപ്പ സൂപ്പറാണ്. മൊണ്ണപ്പ സൂപ്പറാണ്. അസ്സലാമലൈക്കും. ഹലോ ഗൈസ്, സുഖല്ലേ? പിന്നെ എന്തെല്ലാം വിശേഷങ്ങള്? നമ്മള് പുതിയ ഒരു വീഡിയോ ആയിട്ട് ഇറങ്ങിയതാട്ടോ. എല്ലാം ഉണ്ട്, 4 ഉണ്ട്. ഇവരെ നമ്മള് ഇപ്പൊ ദുബായി കൂടി ഇങ്ങനെ കറങ്ങി നടക്കുന്നു. ഹായ് ഗായ്സ്, ഹായ് ഗായ്സ്, സുഖല്ലേ? കൈ മാറ്റണോ? എന്തല്ല സുഖല്ലേ? നമ്മുടെ കൂടെ ഇന്ന് റമീസൊക്കെ ഉണ്ട്, റിയാസൊക്കെ ഉണ്ട്, ഫാസിലൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാരും ഉണ്ട്. പുതിയ വീഡിയോ ഷൂട്ടിനായിട്ട് ഇറങ്ങിയതാണ്. പിന്നെ റമീസൊക്കെ എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് പിന്നെ പറയാം. റിയാസൊക്കെ എന്താ പറയാനുള്ളത്? മൊണ്ണപ്പ സൂപ്പറാണ്. മൊണ്ണപ്പ സൂപ്പറാണ്. എന്താ മൊണ്ണപ്പ സൂപ്പറല്ലേ? അതത്രേ ഉള്ളു. പിന്നെ മൊണ്ണപ്പയിൽ ആകെ സാറായത് മൊണ്ണപ്പലാന്ന് പറഞ്ഞത്. ആ അതെ 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 അതെ, അത് കേട്ടില്ല, ഒന്നുകൂടെ പറ. മൊണ്ണപ്പയിൽ ആകെ ഉഷാറായത് മൊണ്ണപ്പനാണ്. എന്തോ ഇഷ്ടമാണ് എല്ലാവർക്കും. അതെ അതെ, നമ്മള് ഹനാൻഷാടെ കൂട്ടൊരു വീഡിയോ പിടിക്കലാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെ ഒരാളെ ഇൻഫ്ലുവൻസ് ആയിട്ട് അപ്പൊ നമ്മളേതായ കാഴ്ചപ്പാടിൽ ആദ്യമേ പറഞ്ഞോണ്ടിരുന്ന അമ്മീന്റെ ഒക്കെ കൂട്ടി വീഡിയോ എടുക്കണം, അത് ഇൻഫ്ലുവൻസിങ് അല്ല. പിന്നെ പറഞ്ഞ ആഷിറിന്റെ കൂട്ടി വീഡിയോ എടുക്കണം, അത് ഇൻഫ്ലുവൻസിങ് അല്ല. നമ്മൾ ആരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, പക്ഷെ ഇവരൊക്കെ കണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അതെ അതെ അതെ, ഇനി നമ്മളെ കണ്ടു പഠിച്ചിരുന്നെങ്കിൽ നമ്മൾ എവിടെ അതൊരു മിനിറ്റ്, ഒരു ബാക്കിൽ ഒരാള് അതിനെ കുറിച്ച് സംസാരിക്കാൻ റെഡിയാണ്. അതെ, എനിക്ക് പറയാനുള്ളത് നമ്മളെ വീഡിയോസ് കണ്ടിട്ട് ആരും ഇൻഫ്ലുവൻസ് ആവരുത്. നമ്മളാരും ഇൻഫ്ലുവൻസ് ആക്കാനല്ല വീഡിയോ എടുക്കുന്നത്. ഒരു മിനിറ്റ്, അടുത്ത ആള് സംസാരിക്കുന്നു. ഞങ്ങളെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ട് അഭിനയിക്കാൻ പഠിക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഗൈസ്. മതി. ഇനി വേറൊരു കാര്യമുണ്ട് ഗൈസ്, വേറൊരു കാര്യമുണ്ട്. നമ്മളുണ്ടല്ലോ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം നമ്മള് മൈക്ക് വാങ്ങി, സ്റ്റാൻഡ് വാങ്ങി. എന്തിന്? നമ്മൾ ഇതിനുള്ള പാഷൻ, നമ്മൾ പാഷന്റെ പുറത്ത് ചെയ്യുന്നതാണ് ഇതൊക്കെ. മനസ്സിലായോ? ഇത് വെറുതെ അല്ല, നമ്മള് ഇതിനു വേണ്ടി കുറെ കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരുടെയും വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ കാണുന്നവർ ഇതിനായിട്ട് മാത്രം. അങ്ങനെയല്ല, ഞങ്ങള് രാവിലെ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച രാത്രി വരെ ജോലിയും ചെയ്ത് ഞായറാഴ്ച ഒരു ദിവസം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്തുകൊണ്ട്? വെറും പാഷൻ. ഈ കമന്റ് കിടന്ന് ഡയലോഗ് അടിക്കുന്ന കുറെ തെണ്ടികളെ നിന്നോടൊക്കെ എനിക്കിത് പറയാനുള്ളു. മനസ്സിലായോ? ആരങ്ങോട്ട് അടുത്ത ആള് നിനക്ക് എന്താ പറയാനുള്ള കമന്റുകളെ കുറിച്ച്? ഈ ഗ്രൂപ്പിന്റെ മെയിൻ ഉപജ്ഞാതാവ് ഞാനാണ്. ഞാന് ഒരു കുറച്ചു കാലത്തെ അതെങ്ങനെ കള്ളതാവണം? കുറച്ചു കാലത്തെ പാഷനാണ് ഈ ടീമിനെ ഇങ്ങനെ സ്വരൂപിച്ചുണ്ടാക്കിയത്. പൈസ പോലെ തന്നെ ഞാൻ വീഡിയോ ഉണ്ടാക്കാൻ ആഗ്രഹിച്ച് നടന്ന് ലാസ്റ്റ് ഒരിക്കലും നടക്കില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഗതിയാണ് ഇപ്പൊ ഇവരെല്ലാരും കൂടി എനിക്ക് സാധിച്ചു തരുന്നത്. അതിൽ വളരെയധികം നന്ദിയുണ്ട് എല്ലാരോടും. സാധിക്ക് പോയാ? മൈക്ക് എടുക്കാൻ നീ എന്താ പ്രസംഗിക്കാൻ പോകുന്ന? ഇവിടെ കുട്ടിയുണ്ട് എന്ന പോലെ പറ്റിയുണ്ട് എന്ന പോലെ നന്നായിരിക്കും. അങ്ങനെ ഞങ്ങള് എന്താണ് പറയാ, ഡെസ്റ്റിനേഷനിലെത്തി. അപ്പൊ ഗൈസ്, നമ്മളാണ് മേടിച്ച മൈക്കാണ്. നോക്കണ്ട, ലോക്കലാ, അതുകൊണ്ടാ കാണിക്കാത്ത. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തിനി? ചുമ്മാ ഒരു രസത്തിൽ തെമ്മൂന്നാണ് നമ്മൾ ഇത് മേടിച്ച. വീടാൻ കൂട്ടി പൈസ ഇല്ല ഗൈസ്. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല വ്ളോഗർ ഞാനാണെന്ന് എഴുതി വെച്ചോ നെറ്റത്ത്. എന്റെ നിഗമനം വെള്ളടിക്കാൻ പോന്ന നമ്മളിപ്പോ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അത് കേൾക്കുന്നുണ്ട്, മൈക്കിൽ കേൾക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇവർക്കൊക്കെ നാണമാണ് ഗൈസ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് ഞാനൊന്ന് ചുരുക്കിക്കട്ടെ. ഓപ്പൺ ആക്കിക്കല്ലേ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുന്നതിനാണ് റിയാസിൽ ഇറങ്ങി.
മൈക്ക് വെച്ചിട്ടുണ്ടേ കാണുന്നുണ്ടോ? ആടാ കാണുന്നുണ്ട്. ഗൈസ്, ഞാൻ തടി കൂടുതലാന്ന് എല്ലാരും പറയുന്നു. തടി കൂടുതലാണോ ഗൈസ്? പെണ്ണിട്ടുന്നില്ല ഗൈസ്. അയാൾക്ക് പെണ്ണ് കിട്ടുന്നില്ലെന്ന് അയാൾ പറയാതെ. ഇയാൾക്കൊക്കെ ആര് പെണ്ണ് കൊടുക്കാനല്ലേ? ഇത് ഞാൻ ഫാസിൽ നമ്മള് നട്ടുച്ച വെയിലത്ത് ഇത് ഒരു മിനിറ്റ് ഞാൻ മയക്കുന്നു വെച്ചോട്ടെ. അതറ ഫ്രണ്ടിത്തെ കവറ് ഒരു മിനിറ്റ്. ഹായ് ഗൈസ്, അപ്പം വെൽക്കം ബാക്ക്. നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു. നമ്മളിപ്പോ ഏത് പാർക്കാക്കിയത്? ഇത് നാദൽ ഹമ്മർ പാർക്കിലാണുള്ളത്. എല്ലാരും ഉണ്ട്. റമീസിക്ക, റിയാസിക്ക, ഫാസിലിക്ക എല്ലാരും ഉണ്ട്. ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ല. നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് വെച്ച് ഇറങ്ങിയതാ അല്ലേ? അല്ല, ഒരു മിനിറ്റ് ഞാൻ മയക്കുന്നു. നല്ല ചൂടുണ്ട് ഗൈസ്, നല്ല ചൂടുണ്ട്. ദുബായ് ഈ നാട്ടുകാരുടെ ഒരു വിചാരമുണ്ട്. എനിക്ക് നാട്ടുകാരോടാണ് പറയുന്നത്. നാട്ടുകാരുടെ ഒരു വിചാരമുണ്ട്. അതായത് ദുബായ് കിടക്കുന്നവര് നല്ല എ സി വണ്ടി, AC റൂം, ഫുൾ ടൈം കൊക്കക്കോള കയ്യില്, അങ്ങനെ ജീവിക്കുന്നു. അങ്ങനൊന്നും അല്ല. ഞങ്ങള് ദുബായ് കിടക്കുന്നവർക്ക് ഇവിടെ മരത്തിൽ നിന്ന് പൈസ പറിച്ചെടുക്കലല്ല ജോലി, മനസ്സിലായോ? നമ്മള് എന്താ പറയല്, ഇന്നലെ 53 ഡിഗ്രി ചൂടായിരുന്നു, മനസ്സിലായോ? അപ്പൊ നമ്മൾ അങ്ങനെ ജീവിക്കുന്നവരാണ് ഇവിടെ. പിയാസ്കായ്ക്ക് എന്താ ദുബായിലെ ചൂടിനെ കുറിച്ച് പറയാനുള്ളത്? എന്താ വീർത്തിരിക്കാണ്. എന്നാന്ന് വെച്ച് പറയാനുള്ളത്, നല്ല ആംബിയൻസ് ഉണ്ട് കേട്ടോ. നല്ല സൂപ്പർ ആംബിയൻസ് നല്ല രസമുണ്ട്. ഒരു പ്രത്യേക സുഖം. ഞാൻ ഇപ്പൊ നിങ്ങളെ കാണിച്ചുതരാം. എന്താ പാർക്ക് എടാ, എൻ്റെ മാട്രിമോണിയില്ലേ? പാർക്ക് ഒന്നുമില്ല. ഇതെന്താ ഈ പോകുന്ന സാധനം? പിള്ളേർക്ക് കളിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. പിള്ളേർക്ക് കളിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. പൂച്ച കൈസ്, പൂച്ച ആയി കാണിക്കും. ടീഷർട്ട് വെച്ചാ മുഖത്തോടൊക്കെ വലിയ ആളാണ്. എന്താ താങ്കൾക്ക് എന്താ ഇന്നത്തെ ചൂടിനെ കുറിച്ച് പറയാനുള്ളത്? എന്താണ് പറയൂ സാർ. പൂച്ച സാർ കലിപ്പിലാണ് ഗൈസ്. കുണ്ടി കാണിച്ചു കൊടുക്കുന്നു. കുണ്ടി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. എന്താണ് കുണ്ടി എന്ന് പറഞ്ഞാൽ? ചന്തി എന്ന് പറഞ്ഞാൽ മൂലം. കുണ്ടി എന്ന് പറയുമ്പോ നമുക്ക് എല്ലാവർക്കും ഉള്ള സാധനം തന്നെയല്ലേ ഈ കുണ്ടി എന്ന് പറഞ്ഞത്. കുണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. എന്താണ് കുണ്ടി ഉണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റും. അപ്പൊ കുണ്ടിയെ കുറിച്ച് ഇതൊക്കെയാണ് പറയാൻ. റിയാസ്ക്കായ ചുറ്റിപ്പറ്റി പൂച്ചയിപ്പുണ്ട് ഗൈസ്. ബീഫാന്ന് വെച്ചാണെന്ന് തോന്നുന്നു. ബീഫാന്ന് വെച്ച് പൂച്ചേനെ പേടിയുള്ള ജീവി. എന്റെ പൂച്ച വളർത്തിയ പൂച്ച വളർത്തിയൊരു പൂച്ച ഉണ്ടായിരുന്നു നമ്മുടെ സിംബ. അത് വന്നതോടെ അതുവരെയൊക്കെ പൂച്ചനെ ഭയങ്കര പേടിയായിരുന്നു. സിംബ എന്നാണ് പേരിട്ടത്. സിംബ എന്ന് പറഞ്ഞാൽ അത് എന്റെ കയ്യിൽ വന്നോടെയാണ്. അയ്യോ, കാരണമാണ് നമുക്ക് പേടി മാറിയത്. ഇപ്പൊ പിന്നെ പൂച്ച കാണുമ്പോ നമുക്ക് വലിയ വിഷയം പേടിയൊന്നുമില്ല. അല്ല, പക്ഷെ കഴിച്ചത് എന്തോ ഇന്റർവ്യൂ എടുക്കുകയാണോ താങ്കൾ? പേടിയാണത്. ചെറിയ പൂച്ചക്കുട്ടി അത് ഓടി. ഒന്നല്ല, രണ്ടെണ്ണം ഉണ്ട്. രണ്ടെണ്ണല്ല, 3 ഉണ്ട്. മതി. ഇനി നമ്മളിനി ഷൂട്ടിങ്ങിലേക്ക് ആരംഭിക്കുകയാണ്. കടന്നു വരൂക, സ്റ്റോപ്പായിക്കോ. മതി, ഞാൻ അടുത്ത പരിപാടി തുടങ്ങാം. എല്ലാരും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാരും വൈൻഡപ്പ് ചെയ്യാ. പക്ഷെ എന്നാലും നല്ല വേർക്കുന്നുണ്ട്. താങ്കൾ ഇന്റർവ്യൂ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഷൂട്ടിങ്ങിലേക്ക് ആരംഭിക്കായിരുന്നു. അപ്പം നമ്മള് ഷൂട്ടിങ്ങിന് പോകണം സൈസ്. ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അപ്പൊ കാണാം. അപ്പൊ ശരി, ബൈ.
ഹലോ തറവാട്ടിൽ കയറി വരുന്ന പോലെ വീണ്ടും ഞങ്ങളെത്തി. ഞാനതിൽ തെരുവിളിച്ചൊക്കെ വന്നിക്കാം. ഇല്ല വീണ്ടും ഞങ്ങളെത്തി. പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ചെയ്ത് തണ്ടികളെടുക്ക് 2 മടിയന്മാര് സ്ക്രിപ്റ്റ് ചെയ്ത് കണ്ടാ 2 മടിയന്മാര് വയസ്സായ തന്താരി. പിന്നെ എങ്ങനെ ആർക്കൊക്കെ പെണ്ണിട്ടാ ആ തടി സ്ക്രിപ്റ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ബുക്ക് എടുത്തില്ല എടുക്കാനുള്ള വീഡിയോ ഇപ്പുറത്തേക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങളാണ് കുറെ ഇത് എടുക്കാൻ പോവുക. വിചാരിച്ച് നയിച്ചായിട്ടൊരു ലോങ് കൂടെ എടുത്തേക്കാം. മനസ്സിലായോ? റിയാസ്ക്ക കാണാൻ എന്റെ ഡൗട്ട് അതല്ല, ഇയാളെ കാണാൻ ഇത്രയും ലുക്കുണ്ട്. മൊഞ്ചനാണ് ഉള്ള കാര്യം പറയാലോ. എന്താ ചെയ്യാ, ചെറുക്കൻ മൊഞ്ചനാണ്, പക്ഷെ പെണ്ണ് കിട്ടുന്നില്ല. ഇതെന്താ ടോയ്ലറ്റ് സീറ്റിംഗ് ഏരിയ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ ഈ സാധനം നോക്കിയാൽ മതി. കറക്റ്റ് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ ഇവിടെ. റിയാസ് ബൈ അപ്പോൾ നമ്മുടെ പുതിയ റീൽസ് ഉടനെ ഇറങ്ങും കേട്ടോ. പുതിയ റീൽസ് ഉടനെ ഞാൻ പറയും. ക്യാമറ ഇവനാണ് നമ്മൾ പറഞ്ഞ നടൻ. എന്തിലൊക്കെ പറ, എന്ത് പറയാനാടാ, സപ്പോർട്ടാണ് നമുക്ക് മെയിൻ മുഖ്യം. ബിഗിലേ വണ്ടിയുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്തില്ല പെണ്ണില്ല. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് സാധനം എടുക്കാൻ വന്നേ എന്തൊരു ചൂടാണെന്നറിയോ, ഭയങ്കര ചൂടാണ്. എടുത്തുക, വെള്ളമല്ല, വെള്ളം മാത്രം എടുത്തിട്ട് ഒന്ന്. ടിഷ്യൂ അല്ല അവിടെ വെള്ളം കാണിച്ചോളി. ഇതാണ് ഗൈസ് സ്ക്രിപ്റ്റ്. സ്മോൾ അടിക്കാൻ പോയതായിരിക്കും ആൾക്കാര്. അതൊന്നുമില്ല, ഇത് ഗ്ലാസ് അല്ലേ, ഇത് ടിഷ്യൂ ആണ്. ഏത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കട്ടെ ആൾക്കാർക്ക്. ആൾക്കാര് തെറ്റിയായിരിക്കും. ഇപ്പൊ തന്നെ വീഡിയോ എടുക്കുന്നതിന് തന്നെ എല്ലാവർക്കും കംപ്ലൈന്റാ. ഞാൻ ഇതിലൂടെ ഇതുകൂടി കാണിച്ചിട്ട് വേണോ മാതൃക. ഇവിടെ ടിഷ്യൂ ഒന്നും വെളിയിടാൻ പറ്റത്തില്ല, നമ്മളത് ബോക്സിൽ തന്നെ ഇടണം. ടിഷ്യൂ അടക്കം വെളിയിലിട്ട ഫൈനാ. തുപ്പാൻ കൂടി പറ്റൂല. ചാർജില് ഒരാൾക്ക് ഫൈനിട്ട് 500. ടിഷ്യൂ വണ്ടിന്ന് ഇറങ്ങുമ്പോ ടിഷ്യൂ നിലത്തിട്ട്. നമ്മുടെ നാട്ടിലെന്തെങ്കിലും ഉണ്ടല്ലോ, ഇപ്പൊ ഇങ്ങനെ പാർക്കാന്ന് വെച്ചോ, ഒരു മൂലക്ക് കുറെ കപ്പിൾസ് വന്നിട്ട് ഉമ്മവെപ്പ് അത് ഇതൊക്കെ. ഒരു മൂലക്ക് കുറെ അമ്മാവന്മാര് മുണ്ടും തട്ടെടുത്ത് നിന്ന് മൂത്രമൊഴിക്കും. ശരിയല്ലേ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്ഥിരം പരിപാടി അതല്ലേ അല്ലേ? ഇവിടെ കണ്ടോ എന്ത് ക്ലീനാ നോക്കി. ചപ്പൻ ചവറ, അത് പിന്നെ മരത്തുമെന്ന് വീഴുന്ന ചപ്പൻ ചവറ. അല്ലെങ്കിൽ ഞാൻ വെച്ചെടുക്കാം, ദുബായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിന്റെ. ദുബായ് ആണ് യൂറോപ്പ് കൺട്രിയുടെ ഒരു ലെവലല്ലേ? ആണ്. ഇത്രയും മലയാളികളുള്ള സ്ഥലമാണ്, നിങ്ങൾ ആലോചിക്കണം. പക്ഷെ അത് ഇവിടുത്തെ റൂൾസിന്റെ ഒരു ഗുണമാണ് അത്. ഇല്ലെങ്കിലും ഇങ്ങനെ ഒന്നും നമ്മളെ നാട്ടിലൊന്നും ഇത്ര വരില്ല. നമ്മളെ നാട്ടിലെ റൂൾസ് പോരാ. 2 മടിയന്മാരിക്കുന്നുണ്ട്. കുട്ടിപ്പ ഇരിക്കുന്നുണ്ട്. കുട്ടിപ്പ മടിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? മടിയനോ? ആരോട്ടിട്ട് അതല്ല മടിയനോ? ആ മൈക്ക് തവിടി പൊടിയായി. നമ്മള് മറന്ന കാരണമാണ് ഇവര് പോയത്. ഇവര് ബുക്ക് എടുക്കാൻ മറന്നു, അതുപോലെ തന്നെ ഡ്രസ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അത് മറന്നതാ. എന്തോ ഉണ്ടൊക്കെ പിന്നെ അവർ പോയി. മടിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? മടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് എവിടെയോ എങ്ങനെയോ കേറി വരുന്ന ഒരു സാധനമാണ് മടി. എവിടെയോ എങ്ങനെയോന്നല്ലേ, മനസ്സ് പറയുന്നിടത്ത് പറയും. അപ്പൊ പറയും മടി വന്ന് പറഞ്ഞാൽ പറയും വേണ്ട, നീ അത് ചെയ്യരുത്, നീ അത് ചെയ്താൽ വളരെ പ്രശ്നമാണ്, നിനക്ക് പകരം വേറെ ആള് ചെയ്യും.
ഓക്കെ അപ്പൊ നമ്മള് കണ്ടിപ്പാ നോക്കിക്കോ കുറച്ചിട്ട് വരാം ബ്ലൂം വയ്യ ഇങ്ങനെ ബ്ലൂം അങ്ങനെ അതാ ബ്ലൂ അല്ലേ ആ ബ്ലൂം എന്ന് പറഞ്ഞിട്ട് ആ ബ്ലൂം എന്ന് പറഞ്ഞു ബ്ലൂം. അപ്പം ശരി ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളായിരുന്നു. വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല, അത് കഴിഞ്ഞിട്ടും വളരെ ലേറ്റായി. പിന്നെന്താ പിന്നെ ഒന്നുമില്ല. പിന്നൊന്നുമില്ല, എല്ലാരും ക്ഷീണിച്ചിരിക്കുക. എന്തൊരു ചൂടായിരുന്നു ഗൈസ്, ഒരു ചൂടായിരുന്നു. ഞാനീ മറ്റേ ഫുള്ള് വണ്ടി വിട്ട ഓഫീസ് വിട്ട വണ്ടി ഫുള്ള് എസിലിരുന്നാട്ടെ ആ അതെ അതെ അതെ, ഇയാളുണ്ടല്ലോ ഇയാള് വയർപ്പിന്റെ എയർപിന്റെ അസ്കിതുള്ള ആളാ. ഈ KSRTC ഇല്ല, ടൗൺ ടു ടൗൺ ബോർഡ് വെക്കുമല്ലോ, അത് AC to AC അങ്ങനെ അവിടെ നാളായത്. പിന്നെ എന്റെ റിയാസത്തേക്ക് മാത്രമേ ഉള്ളായിരുന്നു, പ്രത്യേകിച്ചൊന്നും ഇല്ലാഞ്ഞത്. ഉണ്ടല്ലേ? അപ്പൊ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ഞായറാഴ്ച വീഡിയോ വരുന്നുണ്ടോ പറയേ പിന്നെ ഉടനെ ഷോർട്സ് ഇറങ്ങുന്നുണ്ട്. എല്ലാരും കാണുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ചവിട്ടി പൊട്ടിക്കുക, ബെല്ലൈക്കൺ ചവിട്ടി പൊട്ടിക്കുക. അത്രേ ഉള്ളു പറയാൻ. അപ്പൊ ശരി, അടുത്ത ഞായറാഴ്ച കാണുന്നവരെ കാണുന്നവരെ വണക്കം സുലാൻ. സുലാൻ. അപ്പൊ ശരി.